ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നതിന് തൊട്ടടുത്തായിട്ടാണ് ഈ മോർച്ചറിയും പ്രവർത്തിക്കുന്നത്, അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മോർച്ചറി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരേ സമയം ഈ മോർച്ചറിയുടെ പരിസരത്ത് പോയി നിന്ന് തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ തങ്ങളുടെ മകളെ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛനെ ഒക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുണ്ടോ ഇതിലെന്ന് നോക്കുന്നു. അതേ സമയത്ത് അതേ ആളുകൾ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിരുന്ന് വിതുമ്പുന്നു, പരസ്പരം ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പല ഘട്ടങ്ങളിൽ അത്തരം കാഴ്ചകൾ കണ്ടു. കാരണം അതായത് സുഹൃത്തിന്റെയും അതുപോലെ തന്നെ അയൽവാസിയുടെയും ഒക്കെ തോളിൽ തട്ടി പരസ്പരം ആശ്വസിപ്പിക്കുകയും പൊട്ടിക്കരയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് അവിടെ ഉടനീളം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും ഇപ്പോഴും അതായത് ആ ഒരു കാഴ്ചയിൽ നിന്ന് ആ ഒരു കേൾവിയിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല. ഇന്ന് നമ്മൾ ആ കൊച്ചു കുട്ടിയോടൊക്കെ സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയാണ്, ഞാൻ 2 ദിവസമായി ഏട്ടാ ഉറങ്ങിയിട്ട്, കാരണം എന്റെ കാതിൽ ഇപ്പോഴും ആ ഇടിമുഴക്കം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഉരുള് ആദ്യഘട്ടത്തിൽ പൊട്ടുന്നു, വലിയ നെട്ടലോടുകൂടി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, പിന്നീട് ജീവൻ കയ്യിൽ പിടിച്ച് വെള്ളത്തിലൂടെ നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. ആ ഘട്ടത്തിൽ ആന കുറുകെ വരുന്നു, 3 വലിയ കൊമ്പനാനകൾ വരുന്നു. ആ കാഴ്ച എത്രത്തോളം ആ കുട്ടിക്കുണ്ടാക്കിയിട്ടുള്ള ആഘാതം, പ്രത്യേകിച്ച് ഒരുപാട് പേർ അവരുടെ കൂട്ടുകാർ ഉൾപ്പെടെ കൺമുന്നിൽ ഒലിച്ചു പോകുന്നു എന്നുള്ളത് എക്കാലത്തും ഒരു വലിയ സങ്കടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ മാനസികാരോഗ്യ വിദഗ്ധരെയൊക്കെ എത്തിച്ചിട്ടുണ്ടോ? കാരണം വലിയ സ്ട്രെസ്സിലും ട്രോമയിലും ഒക്കെ ആകുമല്ലോ അവിടുത്തെ ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള സഹായമൊക്കെ ലഭ്യമാക്കേണ്ടതല്ലേ? തീർച്ചയായും പ്രവിത. കാരണം അവിടെ കൗൺസിലിംഗ് സെന്റർ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൗൺസിലിംഗ് ആവശ്യമുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് നൽകാൻ വലിയൊരു മെഡിക്കൽ ടീമിനെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ കണ്ട കാഴ്ചകൾ, കേട്ട ആ കേൾവി അല്ലെങ്കിൽ ആ ശബ്ദം അതൊരു പക്ഷേ വിട്ടുമാറണമെങ്കിൽ ഇനിയും ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുക്കും. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം നമ്മൾ ജനിച്ച നാൾ മുതൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളാകട്ടെ ആരും ആകട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളാകട്ടെ ആരും ആകട്ടെ, അപ്പം അവർ നിലവിളിക്കുകയാണ്, എന്നെ രക്ഷിക്കൂ അല്ലെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകൂ എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ മനുഷ്യർ നിസ്സഹായരാണ്. കാരണം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രയും വലിയ മലവെള്ളമാണ് ഒലിച്ചു വരുന്നത് അല്ലെങ്കിൽ ഉരുളാണ് പൊട്ടി ഒലിക്കുന്നത്. ആ ഘട്ടത്തിൽ നോക്കി നിൽക്കുക അല്ലെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനിപ്പോ അല്പസമയം മുൻപ് ഈ കൽപ്പറ്റയിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പുണ്ട്, അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയ ഘട്ടത്തിൽ അവിടുത്തെ ഒരു രക്ഷിതാവ് വിളിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അതിനുള്ളിൽ നിലവിൽ നമ്മളെ കയറ്റാനുള്ള നിർവാഹമില്ല. കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമുക്ക് കയറ്റാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. അതിൽ ഒരു ശരത് ബാബു എന്ന് പറയുന്ന ഒരു 28 വയസ്സുകാരനുണ്ട്. ആ 28 വയസ്സുകാരൻ ഈ ദുരന്തം നടക്കുന്ന ഘട്ടത്തിൽ 18 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ 18 പേരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം 19ാമത്തെ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അപ്പം ഈ പോകുന്ന ഘട്ടത്തിൽ ആ അപകടത്തിൽ പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുട്ടിയുടെ മറ്റൊരു സുഹൃത്തിനെ അദ്ദേഹം ആ 28കാരൻ രക്ഷപ്പെടുത്തി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ മകനെ കുറിച്ച്, അതായത് ഈ 28കാരനായിട്ടുള്ള ശരത് എന്ന് പറയുന്ന ഈ ശരത് ബാബു എന്നാണ് ഫുൾ നെയിം. ഈ ശരത് ബാബുവിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല ആ കുടുംബത്തിന്. ആ വാർത്ത അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ കാണിക്കുകയും അതുപോലെ തന്നെ ഈ മകനെ എവിടെ നിന്നെങ്കിലും കണ്ടു കിട്ടുമെങ്കിൽ അത് അവരെ അറിയിക്കുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കുടുംബം നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താനോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കയറ്റാനോ അവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിലെ 12 പേര് ഈ ഒഴുക്കിൽപ്പെട്ട് ഇത്തരത്തിൽ മരിച്ചു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അവർ മരിച്ചു എന്ന് ഉറപ്പിക്കുകയാണ്. കാരണം വേറെ എവിടെയും പോയിട്ടില്ല. അവർ അതിനെ ഉൾക്കൊള്ളുകയാണ്. പക്ഷെ നമുക്ക് ആ മൃതദേഹം കണ്ടു കിട്ടണമായിരുന്നു, ഞങ്ങൾക്ക് അത് ദഹിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആചാരപ്രകാരം, കാരണം എന്നാലേ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ പൂർണ്ണാർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരെ നമുക്ക് ഈ മേഖലയിലൊക്കെ തന്നെ കാണാൻ സാധിച്ചു. ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ കാഴ്ചകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ അറിയുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്നതാണ്. പല ഘട്ടങ്ങളിൽ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുക. നമ്മൾ പറയും സ്വാഭാവികമായിട്ടും
സാധാരണഗതിയിൽ ഈ മാധ്യമ പ്രവർത്തകർ ഈ വികാരങ്ങൾക്ക് അടിമപ്പെടരുത്, അല്ലെങ്കിൽ അത്തരം വികാരം നമ്മൾ കാണിക്കരുത് എന്ന് പറയാറുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ അതിനൊക്കെ അതീതമായിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അറിയാതെ തിങ്ങി പൊട്ടിപ്പോകും. കാരണം നമ്മുടെ വീട്ടിലും ഉണ്ട് ഇതുപോലെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും സഹോദരിയും നമുക്കും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അപ്പം ഒരു നിമിഷമെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നോർമലായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രയും അധികം ഇങ്ങനെ സങ്കടം അല്ലെങ്കിൽ പലതരത്തിലുള്ള വികാരങ്ങൾ തളം കെട്ടിക്കിടക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഒരിക്കലും സാധിക്കില്ല. കാരണം ഇന്നേ വരെ കാണാത്ത ദുരന്തമേൽപ്പിച്ച ഒരു ആഘാതത്തിലാണ് ആ ഒരു പ്രദേശത്തുള്ള എല്ലാവരും. ഈവൻ ഈ വാർത്ത കാണുന്നവർക്ക് പോലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിന്റെ കാര്യം അത് പറയേണ്ടതില്ല. മാത്രമല്ല ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന, രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചും അവർ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചും ഈ കാഴ്ചകൾ, പ്രത്യേകിച്ചും മൃതശരീരങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നു, മൃതദേഹ ഭാഗങ്ങൾ അത് കളക്ട് ചെയ്യുന്നു, അതൊക്കെ ഒരു മനുഷ്യായുസ്സിനെ സംബന്ധിച്ച്, ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ എപ്പോൾ കണ്ടാലും അതിഭീകരമെന്ന് തന്നെ പറയുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ കേരള ജനത വയനാടിനൊപ്പം തന്നെയുണ്ട്. വീണ്ടും വീണ്ടും ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും സഹായം ചേർത്ത് പിടിക്കൽ വയനാടൻ ജനതയെ സംബന്ധിച്ച് അത്യാവശ്യവുമാണ്. അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും. ഷഹദ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് സമീപമുള്ള ദുരിതാശ്വാസ ക്യാമ്പ്, ആ ക്യാമ്പിൽ ഒരു ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിച്ചിരിക്കുന്നവർ, ദുരന്തത്തെ അതിജീവിച്ചവർ, വളരെ അടുത്ത് തന്നെ മോർച്ചറി, ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ദുരന്തത്തെ അതിജീവിച്ചവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണോ കൊണ്ടുവരുന്നതെന്ന് വളരെ ആകൃതിയോടെ ഓടി അവിടെ ചെന്ന് നോക്കുന്ന വല്ലാത്തൊരു കാഴ്ച. ഒരു ജനതയും ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മുണ്ടക്കൈയും ഈ പുഞ്ചിരിമട്ടത്തും അതിനോടനുബന്ധിച്ചുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും ആകെ കാണാനാകുന്നത്. ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് അതിജീവിച്ചതിൻ്റെ ആശ്വാസം ഇപ്പോഴുമില്ല, അതിനപ്പുറത്തേക്ക് ഉറ്റവരില്ല എന്നതിൻ്റെ വേദന. ആയുഷ്കാലം സമ്പാദിച്ച് മുഴുവൻ നഷ്ടപ്പെട്ടവരാണ്. പക്ഷേ അതൊന്നും അവരുടെ മുമ്പിൽ ഇപ്പോൾ പ്രസക്തമായ കാര്യങ്ങളല്ല. സമ്പാദ്യമാണത് പിന്നെയും ഉണ്ടാക്കാം. പക്ഷേ അതിജീവിച്ചെങ്കിലും അതിനെ ശാരീരികമായി അതിജീവിച്ചതിനപ്പുറത്തേക്ക് മാനസികമായി അവർക്ക് അതിജീവിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. നമ്മൾ കണ്ടതാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ, ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുടെ കൺമുന്നിലൂടെ ഒലിച്ചു പോയിരിക്കുന്നു. അവരെവിടെയുണ്ട്, അവരെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് നിസ്സഹായതയോടെ ചോദിക്കുമ്പോൾ മറ്റ് മറുവശത്തുള്ള നമുക്ക് പലപ്പോഴും ഉത്തരങ്ങൾ പറയാനാകുന്നില്ല. അവരുടെ വികാരങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ വാക്കുകൾ പരിമിതപ്പെടുന്നു നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സങ്കടക്കടലായി മാറുകയാണ് ഈ മുണ്ടക്കൈ മേഖലകൾ. അത് കേരളത്തിൻ്റെയും ഇന്ത്യയും രാജ്യത്തിൻ്റെയും സങ്കടമായി മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മരണസംഖ്യ അടക്കം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാളെ ഈ തെരച്ചിൽ തുടരുമ്പോൾ വേലിപ്പാലത്തിലൂടെ ഈ സജ്ജീകരണങ്ങൾ ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞു. അവിടെ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 6 സോണുകൾ കേന്ദ്രീകരിച്ചുള്ളൊരു തെരച്ചിലായിരിക്കും. ഈ സോണുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏകദേശം വളരെ വ്യാപിപ്പിച്ച രീതിയിൽ, വളരെ വ്യാപിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയാണ്. ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടത്ത്, മുണ്ടക്കൈയിലും വിവിധ പ്രദേശങ്ങളിൽ, മുണ്ടക്കൈ എന്ന് പറയുന്നത് വളരെ വിസ്തീർണമുള്ള പ്രദേശമാണ്, വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഡെപ്തിലൊരു പരിശോധനയാണ് നാളെ ആർമി സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആക്ഷൻ പ്ലാനാണ് തയ്യാറായിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി സോണുകൾ പറയുകയാണ്. അട്ടമല, ആറമല അതൊരു ഭാഗമായ ഒരു സോണായി, പിന്നെ മുണ്ടക്കൈ ഒരു സോണായി, പുഞ്ചിരിമട്ടം ഒരു സോണായി, വില്ലേജ് റോഡ് ഒരു സോണായി, സ്കൂൾ ഏരിയ സോണായി സംഘം തിരിഞ്ഞുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് തെർമൽ സ്കാനർ അടക്കം ഉപയോഗിച്ചതായി കണ്ടു. ഇന്ന് നാളെ ഐബോർഡ് അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയിട്ടുണ്ട്. അത് എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെ മാൻ പവറും മിഷണറി പവറിനോടൊപ്പം ടെക്നോളജിക്കൽ പവറും ഉപയോഗിച്ചുകൊണ്ടുള്ള ത്വരിതപ്പെട്ടുള്ള പരിശോധനയാണ് ഉണ്ടാകും. സമാന്തരമായി തന്നെ പുഴയിലും പരിശോധന നടത്താനാണ് നാളത്തെ ആക്ഷൻ പ്ലാൻ. പ്രവിധ.